ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരൊറ്റ അധ്യായത്തിൽ തന്നെ 3 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ് പുച്ഛിച്ചാൽ, ദൈവത്തെ ആണേലും മനുഷ്യരെ ആണേലും പുച്ഛിച്ചാൽ നാശം നമ്മുടെ ജീവിതത്തിൽ വരാം. ഇനി വ്യഭിചരിച്ചാലോ കൊടിയ നാശം, അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്നത്. മാത്രമല്ല അധർമ്മം, ഏതെങ്കിലും രീതിയിലുള്ള അധർമ്മം ചെയ്താൽ അവിടെ ഉണ്ടാകുന്നത് ഭീകരനാശം. ഇത് കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാശം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ, നശിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നെങ്കിൽ വൻ നാശം ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അത് സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ 3 കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. സമയം കിട്ടും പോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം ഇത് മനസ്സിരുത്തി വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ അതിനകത്തുനിന്ന് 2-3 വചനങ്ങൾ മാത്രമേ പ്രത്യേകം എടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, ജ്ഞാനം 3-ന്റെ 11-ാമത്തെ വചനം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:11 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവന്റെ നില ശോചനീയമായിരിക്കും. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവന്റെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ പുച്ഛിക്കാം. ചിലരോട് ആത്മീയ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം അവരത് പുച്ഛിക്കുകയാണ്, അവർക്കത് കേൾക്കണ്ട. ഇനി അങ്ങനെയുള്ളവരുടെ നില ശോചനീയമായിരിക്കും. അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമായിരിക്കും. ഇതെല്ലാം അനുഭവിച്ച് കഴിയുമ്പോഴാണ് ചിലർ തിരിച്ചു വരിക. വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് അവർക്ക് ഈ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഐശ്വര്യമുണ്ടാകണം, വിജയമുണ്ടാകണം എന്നൊക്കെയുള്ള ചിന്ത ഒരുപക്ഷെ ചില തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കാം അവർ സ്വീകരിക്കുക. അതിനേക്കാൾ നമുക്ക് ആവശ്യമായ ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ജ്ഞാനവും പ്രബോധനവും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു കാരണവശാലും അവ പുച്ഛിച്ച് തള്ളരുത്. പക്ഷെ നമുക്ക് വലിയ വിശ്വാസമില്ലായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ജീവിക്കാനെങ്കിലും വിട്ടുകൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 1 സാമുവേൽ 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് ഗോലിയാത്തിനെതിരെ പോകുന്ന ഒരു രംഗം. ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ അവൻ്റെ ഷേപ്പ്, സൈസ്, അല്ലെങ്കിൽ ആയുധമില്ലാതെ കണ്ടുള്ള അവൻ്റെ വരവ്, ഇതെല്ലാം കണ്ടിട്ട് അവനെ പുച്ഛിച്ച് സംസാരിക്കുന്ന ഗോലിയാത്തിനെ കാണാൻ പറ്റും. അവൻ പറഞ്ഞു, നീ എന്താടാ പട്ടിയെ കൊല്ലാൻ വരും പോലെ എൻ്റെ നേരെ വരിക, നീ കപ്പക്കോലും കൈ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ നശിപ്പിക്കാൻ പറ്റുമെന്നാണോ നിന്റെ വിചാരം? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹാസ വാക്കുകൾ, പുച്ഛം അത് വർഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ ആയുധധാരിയായിട്ടാണ് വരുന്നത്, നിനക്ക് വാളും പരിചയം ചാട്ടുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ്. നിന്റെ ആയുധങ്ങളെക്കാൾ ശക്തമാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം. ആ നാമം പേറിയാണ് ഞാൻ വരിക, ആ നാമത്തിലാണ് ഞാൻ വരിക, ഞാൻ നിന്നെ തോപ്പിച്ചിരിക്കും. അതാണ് ദാവീദ് പറഞ്ഞത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അവനെ ആ കല്ലും കവണയും ഉപയോഗിച്ച് അവനെ താഴെയിട്ടതിന് ശേഷം ഗോലിയാത്തിന്റെ തന്നെ വാളുകൊണ്ട് അവന്റെ തലവെട്ടി മാറ്റി. പുച്ഛിച്ചവന് എന്താ സംഭവിച്ചത്? നാശം. അതാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുക. 1-2 അധ്യായങ്ങൾ കൂടി എടുക്കുമ്പോൾ ജോബ് 19:18 ജോബ് പറയുന്ന ഒരു കാര്യം: കൊച്ചു കുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു. വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് പ്രായോ സ്ഥാനോ ഒന്നും നോക്കാതെ കണ്ട് മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരായി മാറാൻ പറ്റും. ജോബ് പറയാണ്, എൻ്റെ ഈ സഹനങ്ങളും അവസ്ഥകളും കണ്ടിട്ട് കൊച്ചു കുട്ടികൾ പോലും എന്നെ പുച്ഛിച്ച് സംസാരിക്കുന്നു. ലൂക്കാ 16:14 നമ്മൾ കാണുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ യേശുവിനെ പുച്ഛിച്ച് സംസാരിക്കുന്ന ഒരു രംഗം. എന്തായിരുന്നു അവർ പുച്ഛിക്കാനുള്ള കാരണം? അവരുടെ പണക്കൊതി, അതനുസരിച്ച് നിൽക്കാതിരുന്ന് പ്രവർത്തിക്കാതിരുന്ന യേശുവിനെ അവർ പുച്ഛിക്കുന്നതായിട്ട് ഈ വചനഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ 18:9 മുതൽ വായിക്കുമ്പോൾ 2 പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗം. ഫരിസേയൻ പാപിയായ മനുഷ്യനെ, ചുങ്കക്കാരനെ പുച്ഛിച്ച് സംസാരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. എന്തായിരുന്നു റിസൾട്ട്? പാപിയായ മനുഷ്യൻ ദൈവവുമായിട്ട് രമ്യതപ്പെട്ടു. ഫരിസേയന് അത് സാധിക്കാതെ പോയി. അവനാണ് ഈ പാപിയായ മനുഷ്യനെ പുച്ഛിച്ച്, ഞാൻ അവനെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തുകയും അവരനെ പുച്ഛിച്ച് സംസാരിക്കുകയും ചെയ്ത ഒരു വ്യക്തി. റിസൾട്ട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. 2 സാമുവേൽ 16:7 മുതൽ വായിക്കുമ്പോൾ ശിമെയി ദാവീദിനെ പുച്ഛിച്ച് സംസാരിക്കുകയും ശകാരവർഷം അവൻ്റെ മേൽ അയക്കുകയും ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ശാന്തനായി നിന്ന് കേൾക്കുന്ന ദാവീദിനെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നു. മത്തായി 25:45 വചനം എടുക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ എളിയവരിൽ ഒരാൾക്ക്
നീ ചെയ്തു കൊടുത്തത് എനിക്ക് തന്നെയാണ് നീ ചെയ്തു തന്നത്. സൗളിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ നീ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാ പുച്ഛിക്കുക? ദൈവത്തെ തന്നെ. അതുകൊണ്ടാണ് അത് നാശത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമത്തെ വചനഭാഗം ജ്ഞാനം 3-ന്റെ 16-ാമത്തെ വചനം. 11 നമ്മൾ കണ്ടു. ഇനി 16-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്, വ്യഭിചാരികളുടെ മക്കൾ പക്വത പ്രാപിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരികൾക്ക് കൊടിയ നാശം, സാധാരണ നാശമല്ല, കൊടിയ നാശം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മക്കളുടെ പോലും വേര് പിടിക്കത്തില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകൻ 23-25-ാമത്തെ വചനം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഈ തെറ്റായ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന മക്കളുടെ വേര് പിടിക്കത്തില്ല. അവിടെ തന്നെ അങ്ങനെ ശാപം പേറുന്ന ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. സുഭാഷിതങ്ങൾ 6:32 വ്യഭിചാരിക്ക് സുബോധമില്ല, സുബോധമുള്ളവര് വ്യഭിചാരത്തിന് പോകത്തില്ലെന്ന്. 1 കൊരിന്തോസ് 6:18 വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലാനുള്ള ഒരു നിർദ്ദേശം കർത്താവ് തരുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 26:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടോളാം. വേശ്യ സ്ത്രീകൾക്കുമാകാം, ആൺവേശ്യകളുണ്ട്. അത് നമ്മൾ നിയമാവർത്തനം 23-ാം അധ്യായം വായിക്കുമ്പോൾ 18-ാമത്തെ വചനം പറയുന്നത് ആൺവേശ്യയെക്കുറിച്ചാണ്. അവരുടെ വേതനം ആലയത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് അധർമ്മത്തിന് ഭീകരനാശം. ഇതാണ് ജ്ഞാനം 3:19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. അധർമ്മിയുടെ തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. അവരുടെ മക്കൾ മാത്രമല്ല, കൊച്ചുമക്കൾ പോലും ഈ നാശം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അധർമ്മം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്. ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് ഇല്ലിസിറ്റ് യൂണിയൻ. അവർക്ക് എന്ത് പറ്റും? ദേ വിൽ സഫർ മിസറബിൾ ഫെയ്റ്റ്. അതാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അധർമ്മികളുടെ മക്കൾക്ക്, വരും തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. 24:12 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വർദ്ധിച്ചാൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോയാൽ നമുക്ക് പിന്നെ ക്രിസ്തീയതയില്ല. സ്നേഹമില്ലാത്തവര് ക്രിസ്ത്യാനികൾ ആകത്തില്ല. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയെങ്ങാനും ഈ അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉണ്ട്. അതിനാണ് നമ്മൾ അനുദപിക്കുക എന്നുള്ളത് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 10:15 വായിച്ചാൽ, 1-ാം കൽപ്പനയുടെ ലംഘനം വന്നിട്ടുണ്ടെങ്കിൽ പോലും നീ തക്കതായ അനുതാപത്തോടെ കർത്താവിന്റെ പക്കലേക്ക് തിരിയുകയും ഈ ഒരു പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കുക, ഒരിക്കലും ഞാൻ ഈ പാപത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കരുണ നമുക്ക് ലഭിക്കും. ദാനിയേൽ 3:17 പശ്ചാത്താപ വിവശ ഹൃദയം കർത്താവ് നിരസിക്കില്ല. ജെറമ്യാ 3:12-22 നമ്മളെ പഠിപ്പിക്കുക, തിരിച്ചു വന്നാൽ നിന്റെ ഐശ്വര്യം ഞാൻ പുനർസ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. സങ്കീർത്തനം 34:18 പറയുന്നുണ്ടല്ലോ, ഉരുകിയ മനസ്സ്, നുറങ്ങിയ ഹൃദയം കർത്താവിന് നിരസിക്കാനാവില്ല. ആ ഒരു അവസ്ഥയിൽ കർത്താവിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.